സോ കുട്ടികളെ പാലൂട്ടി വളർത്തുന്നവരെയാണ് നമ്മൾ സസ്തനികൾ, മാമൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം. പക്ഷേ സ്വന്തം കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന ചില കോക്രോച്ചസ്, അതായത് പാറ്റകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മുട്ടയിട്ടതിന് ശേഷം അട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് പാല് കൊടുക്കുന്ന ചില ബേർഡ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സോ എന്തൊക്കെയാണ് ഈ കൊച്ചു ലോകത്ത് നടക്കുന്നതല്ലേ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് സം സയൻസ്. യൂഷ്വലി കോക്രോച്ചസ് മുട്ടയിട്ട് അവർ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുന്ന ടൈപ്പ് ഓഫ് ഒരു ഓർഗാനിസം ആണ്. പക്ഷെ പസഫിക് ബീറ്റിൽ കോക്രോച്ചസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് സ്പീഷീസ് അവരുടെ വയറ്റിനകത്ത് തന്നെ വെച്ച് കുട്ടികളെ എംബ്രിയോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോക്രോച്ചസ് അവരുടെ ശരീരത്തിനകത്ത് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് പറയുമ്പോൾ, ഈ 46% ഓഫ് ദ മിൽക്ക് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. അതേപോലെ omega-3 ഫാറ്റി ആസിഡ്സ്, മിനറൽസ്, വൈറ്റമിൻസ്, അങ്ങനെ ഇഷ്ടംപോലെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഫ്യൂച്ചറിൽ ഇതൊരു ഫുഡ് സോഴ്സ് ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള റിസർച്ച് ഒക്കെ സയന്റിസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. പീജിയൻസ് അല്ലെങ്കിൽ പ്രാവല് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്, അവരുടെ ലുക്സ് കൊണ്ടും അവരുടെ പല കാര്യങ്ങൾ കൊണ്ടും. പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവരോട് ചെറിയതായിട്ടൊരു ഹെസിറ്റേഷൻ തോന്നാം. കാരണം ഇവരുടെ ശരീരത്തിനകത്ത് ഒരു ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. അത് ബേസിക്കലി ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ്. പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ ക്രോപ്പിൽ നിന്നും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഇസ് കോൾഡ് ക്രോപ്പ് മിൽക്ക്. സോ ക്രോപ്പിൽ ഉണ്ടാകുന്ന ഈ മിൽക്ക് റീഅജിറ്റേറ്റ് ചെയ്ത് അവർ വായിൽ കൂടെ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാരന്റ്സിന് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മനുഷ്യർ കുട്ടികളായിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 6 months എങ്കിലും പാലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. സോ നമ്മൾ എത്ര ലക്കിയാണ് അല്ലേ? കാരണം ഈ രീതിയിലാണ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നെങ്കിലും യുനോ. ഓക്കെ, നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്കൊരു കളർ ആയിരിക്കും. ലെറ്റ്സ് നമ്മൾ മേ ബി കുറച്ച് ടുവേഴ്സ് ദ വൈറ്റ് സൈഡ് ആയിരിക്കും, ഓർ ബ്ലാക്ക് സൈഡ് ആയിരിക്കും, വോട്ടെവർ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അതുപോലെയാണ് ഫ്ലമിംഗോസിൽ നടക്കുന്നത്. കാരണം ഫ്ലമിംഗോസിന്റെ കുട്ടികൾ ജനിക്കുമ്പോൾ കളറൊന്നും ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് ഒരു വൈറ്റ് പോലത്തെ ഒരു കളർ ആയിരിക്കും. പക്ഷെ ഇവർ ഫീഡ് ചെയ്യുന്നത് ഈ ക്രോപ്പ് മിൽക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്രോപ്പ് മിൽക്ക് ഇവരുടെ അച്ഛനമ്മമാർ ഇവരുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇവരുടെ ഈ കളർ കുറച്ചൊരു റെഡ് കളർ, ഒരു പിങ്ക് കളറിലേക്ക് മാറാനായിട്ട് തുടങ്ങും. കാരണം ഈ ക്രോപ്പ് മിൽക്കിന് റെഡ് കളറാണ് കാരണം അതിനകത്തുള്ള കെരറ്റിനോയിഡ്സ് എന്ന് പറയുന്ന നാച്ചുറൽ പിഗ്മെന്റ്സ് കാരണം. സോ ഇത് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിന് ഒരു പിങ്ക് കളർ കിട്ടുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചുവന്ന കളറിലേക്ക് മാറണമെങ്കിൽ ഫ്ലെമിംഗോസിന്റെ ക്രോപ്പ് മിൽക്ക് കുടിച്ചാൽ മതിയോ? ദാറ്റ് ഐ ഡോണ്ട് നോ. പക്ഷെ അവരുടെ കുട്ടികളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നുണ്ട്. യൂഷ്വലി ഒരു പാരന്റ്സിന് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ അമ്മമാരായിരിക്കും കുട്ടികളെ മര്യാദക്ക് നോക്കുന്നത്, അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, അവരെ കെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അച്ഛൻ ചിലപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ ഗ്യാദർ ചെയ്ത് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കാറൊക്കെ ഉണ്ടാകാം. അങ്ങനെയാണ് നാച്ചുറലി ഒരു യൂഷ്വലി നടക്കുന്നത്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന കുറച്ച് ആളുകളാണ് പെൻഗ്വിൻസിൽ, എംപറർ പെൻഗ്വിൻസിൽ. അമ്മ മാത്രമല്ല അച്ഛനും കുട്ടികളെ നോക്കും, അടയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അച്ഛന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ ക്രോപ്പിൽ നിന്നും ഇതുപോലെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും അത് കുട്ടിക്ക് കൊടുക്കാനുമായിട്ടുള്ള ഒരു കഴിവ് എംപറർ പെൻഗ്വിൻസിനുണ്ട്. ആ സമയം ഇവരുടെ അമ്മ പുറത്ത് പോയിട്ട് ഫുഡ് ഗ്യാദർ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കാറാണ് പതിവ്. ഈ കുട്ടികൾ അവർ താമസിക്കുന്ന ഇടം മാത്രമല്ല അവരുടെ അച്ഛനും കുറച്ച് കൂളാണല്ലേ. നമ്മളൊക്കെ ഇതുപോലെ മുലയൂട്ടി വളർത്തി വലുതാക്കിയത് കൊണ്ടാണ് നമ്മളൊക്കെ മാമൽസ് എന്ന് പറയുന്നത്. കുറച്ച് അല്ലാത്ത ക്യാരക്ടേഴ്സും ഉണ്ട്. ഇത്തരം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ സ്വന്തം കുട്ടികളെ പാലൂട്ടി വളർത്തുന്ന കുറച്ച് ജീവികളെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സയന്റിഫിക് കണ്ടന്റിന് വേണ്ടിയിട്ട് ഡു ഫോളോ ഓർ സബ്സ്ക്രൈബ്. ബൈ ഫ്രം റസാഖി സർ.